നമസ്കാരം. ആനുകാലികത്തിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ കുടുംബം മഞ്ജുഷ ഇപ്പോൾ CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടി ആ കുടുംബത്തെ ഒറ്റപ്പെടുത്തുന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. പത്തനംതിട്ട CPM നേതൃത്വം ഇതുവരെ ഇടയ്ക്കെങ്കിലും ആ കുടുംബത്തെത്തി അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ആ കുടുംബത്തിലേക്കുള്ള ഈ പത്തനംതിട്ട നേതൃത്വത്തിലെ പലരുടെയും ഒരു പോക്ക് അത് കുറഞ്ഞു വരികയാണ്. അവരോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്നിപ്പോൾ അവരെ തള്ളിപ്പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അത്തരത്തിൽ കണ്ണൂർ CPM നേതൃത്വത്തെ ഭയന്ന് പത്തനംതിട്ട പാർട്ടി ഇപ്പോൾ പൂർണ്ണമായും അവരെ തള്ളുന്ന ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. ആ കുടുംബത്തിന്റെ ഇനിയുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും? ഒരു മാസം മുൻപ് നമ്മുടെ ഓർമ്മയിലുണ്ട്, അന്ന് ഗോവിന്ദൻ കേരളത്തിലല്ല ദില്ലിയിലായിരുന്നു. ദില്ലിയിൽ നിന്ന് മടങ്ങി വന്ന MP ഗോവിന്ദൻ നവീൻ ബാബുവിന്റെ കുടുംബത്തിലെത്തുന്നു. അടച്ചിട്ട മുറിയിൽ മഞ്ജുഷയുമായി സംസാരിക്കുന്നു, കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നു. പുറത്തു വന്നപ്പോൾ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത്, നവീൻ ബാബുവിന്റെ മരണം അത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. ഞാൻ ദില്ലിയിലായിരുന്നു, പോളിറ്റ് ബ്യൂറോയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. വന്ന ഉടനെ അതുകൊണ്ടാണ് ഈ കുടുംബത്തെ ഞാൻ സന്ദർശിക്കുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു. കണ്ണൂർ ലോബിയെക്കുറിച്ച് പല സംശയങ്ങളും ഉയർന്നു വരുന്ന സമയമായിരുന്നു അത്. കണ്ണൂർ ലോബിക്കും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കും പാർട്ടിയിൽ രണ്ട് നിലപാടുകളില്ലേ? സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ MP ഗോവിന്ദന്റെ നിലപാട് എന്താണ്? അദ്ദേഹം പറഞ്ഞു, CPM പാർട്ടിക്ക് ഒരു നിലപാടേ ഉള്ളൂ, അത് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്ന നിലപാട് തന്നെയാണ്. അതിൽ കണ്ണൂരെന്നോ പത്തനംതിട്ടയെന്നോ വ്യത്യാസമില്ല. ഗോവിന്ദൻ മടങ്ങി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പത്തനംതിട്ടയിലെ ഒരു മുഖ്യ നേതാവ് മലയാലപ്പുഴ മോഹൻ നവീൻ ബാബുവിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണം എന്നാവശ്യപ്പെട്ടു. തൊട്ടു പിന്നാലെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും പറഞ്ഞു, ശക്തമായ പോലീസ് ടീമിനെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതുവരെയുള്ള അന്വേഷണത്തിൽ തനിക്ക് തൃപ്തിയില്ല എന്ന് മഞ്ജുഷ തുറന്നു പറഞ്ഞു. പാർട്ടി കുടുംബത്തിനൊപ്പം, നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്ന് ആവർത്തിച്ചുറപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ രണ്ട് ആവശ്യങ്ങൾ ഉയർന്നു വന്നത്. ഒരു ശക്തമായ പോലീസ് അന്വേഷണം, നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് കുറ്റവാളികളെ കണ്ടെത്താൻ വേണം എന്ന ആവശ്യം. പിന്നീട് നമ്മൾ ഗോവിന്ദന്റെ സ്വരം നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേൾക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് MP ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള PP ദിവ്യയെ സ്വീകരിക്കാൻ ചെല്ലുന്നതും PP ദിവ്യയ്ക്ക് ശക്തമായ പിന്തുണ നൽകുന്നതുമായ മറ്റൊരു കാഴ്ചയാണ്. ഇതും നിലപാടും തമ്മിൽ എന്തു ബന്ധം എന്ന് ശങ്കിക്കുന്ന കേരളത്തിന് മുന്നിലേക്ക് ഇപ്പോൾ പുതിയ സംശയങ്ങൾ ഒരുപാട് കെട്ടഴിച്ച് വിട്ടുകൊണ്ടാണ് ഗോവിന്ദന്റെ പ്രതികരണം ഇന്നലെ വന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ച് ഇപ്പോൾ നടക്കുന്ന പോലീസ് അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ല, ഇത് പ്രഹസനമാണ് എന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ അവർ പറഞ്ഞിരിക്കുന്ന തന്റെ ഹർജിയിൽ. നവീൻ ബാബുവിന്റെ മരണത്തിൽ ഒരു CBI അന്വേഷണം ഏർപ്പെടുത്തിയെങ്കിൽ മാത്രമേ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ ഹർജി നൽകിയിരിക്കുകയാണ് മഞ്ജുഷ. ആ ഹർജിയെ തള്ളി പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇന്നലെ രംഗത്തെത്തി. ഒരു കാരണവശാലും CBI അന്വേഷണം തങ്ങൾ അംഗീകരിക്കില്ല എന്ന നിലപാടാണ് ഗോവിന്ദൻ പ്രഖ്യാപിക്കുന്നത്. പകരം ഇപ്പോൾ നടന്ന പോലീസ് ടീമിന്റെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ എന്ന കാര്യത്തിൽ പോലും ഒരുവിധ പ്രതികരണവും CPMന്റെ സംസ്ഥാന സെക്രട്ടറി നൽകിയില്ല. കാര്യങ്ങളുടെ അപകടം അവിടെയല്ല. ഗോവിന്ദൻ തന്റെ നിലപാട് ഇന്നും വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. പലവട്ടം മാധ്യമങ്ങൾക്ക് മുന്നിൽ CBI വേണ്ട എന്ന നിലപാട് തന്നെയാണ് MP ഗോവിന്ദൻ ആവർത്തിക്കുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്ന മറ്റൊട്ടനവധി സംഭവ വികാസങ്ങൾ അതിന് പിന്നാലെ ഉരുണ്ടുകൂടുന്നു. ഈ നവീൻ ബാബുവിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നും ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞൊരു വ്യക്തിയാണ് മലയാലപ്പുഴ മോഹൻ. അദ്ദേഹം പത്തനംതിട്ടയിലെ CPMന്റെ ഒരു മുതിർന്ന നേതാവാണ്, CITU നേതാവാണ്. മലയാലപ്പുഴ മോഹന്റെ ഈ ഒരു ആത്മാർത്ഥതയ്ക്ക് നമ്മളൊക്കെ അന്ന് കൈയടിച്ചതാണ്. പാർട്ടിയിൽ നെഞ്ചുറപ്പുള്ള ഒരു നേതാവുണ്ടെന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ പത്തനംതിട്ടയിലെ പാർട്ടി ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നുവെന്നും നമ്മളൊക്കെ തെറ്റിദ്ധരിച്ച നാളുകളായിരുന്നു. അന്ന് മലയാലപ്പുഴ മോഹനെ നമ്മൾ വളരെ പുകഴ്ത്തിപ്പാടി. ഇത്തരം നേതാക്കളാണ് ഒരു തിരുത്തൽ ശക്തിയായി പാർട്ടിയിൽ ഉയർത്തു വരേണ്ടത് എന്ന് പോലും പറഞ്ഞു വെച്ച മാധ്യമങ്ങളുണ്ട്. ഇന്നലെ രാവിലെ, ബുധനാഴ്ച രാവിലെ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്നത് മലയാലപ്പുഴ മോഹൻ തന്റെ നിലപാട് ആവർത്തിക്കുന്നതാണ്. CBI അന്വേഷണം വേണം എന്ന് മലയാലപ്പുഴ മോഹൻ ഒന്നുകൂടി ആവർത്തിച്ചുറപ്പിക്കുന്നു. ഇപ്പോൾ പ്രതീക്ഷയേറുന്നു പൊതുസമൂഹത്തിന്റെ. ഉച്ചയോടെ MP ഗോവിന്ദന്റെ മറുപടി, ഒരു കാരണവശാലും നമുക്ക് ഈ വിഷയത്തിൽ
ഒരു CBI അന്വേഷണം വേണ്ട, CBI കൂട്ടിലടച്ച തത്തയാണ്. അതിന് പിന്നാലെ മാധ്യമങ്ങൾ MP ഗോവിന്ദനെ പരിഹസിച്ചു. MP ഗോവിന്ദൻ കൂട്ടിലടയ്ക്കപ്പെട്ട വരികാണെന്ന്, ഈ സത്യത്തിന്റെ വെളിച്ചം കാണുമ്പോൾ ഭയപ്പെടുന്ന ഒരു വരികാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപം ഉയർന്നു. തൊട്ടു പിന്നാലെ നമ്മൾ കേൾക്കുന്നത് ഏറ്റവും നടുങ്ങുന്ന ഒരു പ്രതികരണമാണ്. രാവിലെ പൂർണ്ണ പിന്തുണ കുടുംബത്തിന് നൽകിയ മലയാലപ്പുഴ മോഹൻ മുൻപ് നവീൻ ബാബുവിന്റെ മരണത്തിൽ സംശയമുണ്ട് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ നവീൻ ബാബുവിന്റെ മരണം കൃത്യമായി അന്വേഷിക്കപ്പെടണമെന്ന് ആവർത്തിച്ചു പറഞ്ഞ അതേ മലയാലപ്പുഴ മോഹൻ മലക്കം പറഞ്ഞ് ഇന്നലെ ഉച്ച കഴിഞ്ഞ് തന്റെ നിലപാട് തിരുത്തി പറയുന്നു, CBI അന്വേഷണം വേണ്ട, പകരം ഒരു സിറ്റിംഗ് ജഡ്ജി അന്വേഷിച്ചാൽ മതി. അപ്പോൾ കാര്യമായ സ്വാധീനം മലയാലപ്പുഴ മോഹനുമേൽ പാർട്ടി ചെലുത്തിയിരിക്കുന്നു. അതൊരു ഇന്നോവ പേടിയാണോ, അതോ എന്തെങ്കിലുമൊക്കെ കിറ്റ് കൊടുത്തയച്ചതാണോ, അതോ ഇനി സാക്ഷാൽ പാർട്ടി സെക്രട്ടറിയുടെ ഭയപ്പെടുത്തലാണോ, നമുക്കറിയില്ല. പക്ഷേ ആമാശയവും നിലനിൽപ്പും ഒക്കെ തന്നെയാണ് മലയാലപ്പുഴ മോഹന്മാരുടെ ഈ ഗതികേട്, ഈ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ. ഇത്തരം നിലപാടില്ലായ്മ, ഇത്തരം നട്ടല്ലില്ലായ്മ, അതിനു മുന്നിലാണ് നമ്മൾ ലജ്ജിക്കേണ്ടത്. ഇത്തരം നിലപാടില്ലാത്ത ഒരു കൂട്ടരുടെ നടുവിലാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ പോരാട്ടമെന്ന് നമ്മൾ തിരിച്ചറിയണം. ചുറ്റും നിൽക്കുന്നവരിൽ ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ തന്നെ സഹായിക്കാൻ ഉള്ളവരെന്ന് അവർക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? നിഴലിനെ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം ഇവർ, മഞ്ജുഷയും കുടുംബവും നവീൻ ബാബുവിന്റെ കുടുംബവും ഒക്കെ പാർട്ടി കുടുംബത്തിൽപ്പെട്ടവരാണ്. അവർ കഴിഞ്ഞ കുറെ കാലങ്ങളായി പാർട്ടി കുടുംബത്തിൽപ്പെട്ടു എന്ന് മാത്രമല്ല, പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരെയാണ് ഇത്തരത്തിൽ വിധി കൊണ്ടല്ല ഇവർ വലിഞ്ഞു കെട്ടുന്നത്, മറിച്ച് അവരുടെ ഏറ്റവും മലീനസമായ, അവരുടെ ഏറ്റവും വൃത്തികെട്ട ഒരു മാഫിയ സംസ്കാരം കൊണ്ടാണ് ഇവരെയൊക്കെ വരിഞ്ഞു മുറുക്കുന്നത്. മലയാലപ്പുഴ മോഹൻ നിന്ന നിൽപ്പിൽ മലക്കം മറിഞ്ഞ് CBI അന്വേഷണം വേണ്ട എന്ന് പറയുന്നിടത്തെത്തിയെങ്കിൽ എത്രമാത്രം അതമ്പതിച്ചിരിക്കുന്നു ഈ മഞ്ജുഷയ്ക്ക് പാർട്ടി നൽകിയ പിന്തുണ ഒരു വശത്ത്. മറുവശത്ത് CBI കൂട്ടിലടച്ച തത്തയാണെന്ന് ആവർത്തിക്കുന്ന MP ഗോവിന്ദൻ എന്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ തന്റെ ഒന്നാം ഭരണത്തിൽ അന്ന് സോളാർ കേസ് ആ ഫയലെടുത്ത് നേരെ CBI കേൾപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് കൈവിറച്ചില്ല? എന്തുകൊണ്ട് അന്ന് ഇത് കൂട്ടിലടക്കപ്പെട്ട തത്തയാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞില്ല? അന്ന് കേരള പോലീസിലെ മിടുമിടുക്കന്മാർ സോളാർ കേസ് അന്വേഷിക്കട്ടെ, ഉമ്മൻചാണ്ടി അറസ്റ്റ് ചെയ്യട്ടെ എന്ന് നിലപാടെടുക്കുന്നതിന് പകരം എന്തിന് അന്ന് CBI കേസ് ഏൽപ്പിച്ചു? അപ്പോൾ ഇത് കൂട്ടിലടക്കപ്പെട്ട തത്തയുടെ ഒരു പ്രശ്നമല്ല. ഇവിടെ കൂട്ടിലടക്കപ്പെട്ടത് പാർട്ടിയാണ്, പാർട്ടി സംവിധാനങ്ങളാണ്. കണ്ണൂർ ലോബിയുടെ കൂട്ടിലാണ് ഇപ്പോൾ പൂർണ്ണമായും MP ഗോവിന്ദൻ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നിലപാടില്ലായ്മ. ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം പറഞ്ഞു. നവീൻ ബാബു മരിച്ചതിന് ശേഷം എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞാണ് മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കാൻ തയ്യാറായത്. അപ്പോഴും ആ കുടുംബത്തെ ഒന്ന് കാണാൻ പോകാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ പാർട്ടിയുടെ നിലപാടെന്ന് പറഞ്ഞുകൊണ്ട് MP ഗോവിന്ദൻ പറയുന്നു CBI അന്വേഷണം വേണ്ട. പക്ഷേ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ ഒരു നിലപാട് പറയുന്നില്ല. അതിന്റെ ഒരു കാരണം എന്താണ്? വളരെ ദുർബലനായ ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് മുന്നിലുള്ളത്. പഴയ ഇരട്ടച്ചങ്കൻ വാളുകൾക്കിടയിലൂടെ നടന്നു എന്നൊക്കെ കഥകളൊക്കെ നമ്മൾ ഇപ്പോൾ പരിഹാസത്തോടെയാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം കാണുന്നത്. അവർ തന്നെ അതിന് മറുപടി പൊതുസമൂഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിടുന്നുണ്ട്. എന്താണ് പാർട്ടിയുടെ നിലപാടെന്ന്, എന്താണ് പാർട്ടി ഭയക്കുന്നതെന്ന്. ഒരു CBI അന്വേഷണം കൃത്യമായി ഇവിടെ എത്തിയാൽ അവിടെ ആരുടെയൊക്കെ മുഖംമൂടികളാവും വീഴുക നമുക്ക് കൃത്യമായി അറിയാം. എത്രയോ ആരോപണങ്ങൾ MP ഗോവിന്ദനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ബിനാമി ഇടപാടുകളുടെ പേരിൽ. എത്രയെത്ര പാർട്ടി നേതാക്കളും അവരുടെ കുടുംബങ്ങളും അവരുടെ മുഖംമൂടി വലിച്ചു കയറി പൊതുസമൂഹത്തിന് മുന്നിൽ പ്രതിഷ്ഠിക്കപ്പെടുമെന്ന ഭയം. ഈ പെട്രോൾ പമ്പ് ഇടപാടുകൾക്ക് പിന്നിലെ ബിനാമി ഇടപാടുകൾ എത്ര വട്ടം നമ്മൾ എത്രയോ കഥകളിലൂടെ കേട്ടതാണ്. കണ്ണൂർ ലോബിയുടെ ഏറ്റവും കിരാതമായ മാഫിയ സംസ്കാരത്തിൽ ഊന്നിയുള്ള അവരുടെ ഈ ബിനാമി ഇടപാടുകളുടെ പൂർണ്ണ ചിത്രം പൊതുസമൂഹത്തിന് മുന്നിൽ അനാവരണം ചെയ്യുമോ എന്ന ഭയം. അപ്പോൾ ഒരു ഭയമാണ് ഇപ്പോൾ പാർട്ടിയെ പിടികൂടിയിരിക്കുന്നത്. അത് ഏറ്റവും മേൽത്തട്ട് മുതൽ ആഭ്യന്തരമന്ത്രി അഥവാ മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന പിണറായി വിജയനിൽ തുടങ്ങി നമ്മൾ താഴെ തട്ടിൽ വരെ ചെന്ന് പരിശോധിക്കുമ്പോൾ ആ ഭയം എല്ലാ തലങ്ങളിലുമുണ്ട്. കാരണം എല്ലാവരുടെയും മടിയിൽ കനവുമായാണ് ഇരിക്കുന്നത്. എഴുന്നേൽക്കാൻ പോലും മേലാത്തത്ര കനം ഓരോ നേതാക്കന്മാരുടെയും മടിയിലുണ്ട്. MP ജയരാജൻ നവീൻ ബാബുവിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ നടത്തിയ ആ പ്രസ്താവന ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. ആത്മഹത്യ എന്ന് ഉറപ്പിക്കുന്ന പ്രസ്താവനയാണ് നടത്തിയത്. അന്ന് PP ദിവ്യയെ സംരക്ഷിക്കുന്ന ഒരു പ്രസ്താവനയാണ് നടത്തിയത്. PP ദിവ്യയുടെ പ്രസംഗത്തെ ഏറ്റവും അധികം ന്യായീകരിച്ചത് MP ജയരാജനാണ്. അപ്പോൾ MP ജയരാജൻ നൽകിയ ആദ്യ
ഒരു നിർദ്ദേശം അല്ലെങ്കിൽ പാർട്ടിയുടെ സമീപനം അതാണ് പിന്നീട് പല തട്ടുകളിലേക്ക് പ്രസരിച്ചത്. പത്തനംതിട്ടയിലെ CPM പാർട്ടി എന്തുകൊണ്ട് ഇത്തരമൊരു നിലപാടെടുത്തു? അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കാരണം ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം നവീൻ ബാബു എന്ന സാധു മനുഷ്യനെ, ആ നല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അദ്ദേഹം കൈക്കൂലി വാങ്ങില്ലെന്നും അദ്ദേഹത്തെ ചിലർ പകയുടെ അല്ലെങ്കിൽ ചതിയുടെ കെണിയിൽപ്പെടുത്തിയതാണെന്നും കൃത്യമായി പത്തനംതിട്ടയിലെ സാധാരണ ജനങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് പാർട്ടി കുടുംബാംഗം കൂടിയാണ്. അപ്പോൾ പാർട്ടി കുടുംബാംഗങ്ങൾ വലിയ തോതിൽ എതിർപ്പുകൾ പ്രകടിപ്പിക്കുമെന്നും അവർക്കറിയാം. പിന്നെ ഇതിനേക്കാളൊക്കെ ഭയപ്പെടുത്തുന്ന ചില സത്യങ്ങളുണ്ട്. നവീൻ ബാബുവിന്റെ മൃതദേഹം ആദ്യം കൊണ്ടുവന്നപ്പോൾ പൂർണ്ണ പിന്തുണയും നിലപാടും പ്രഖ്യാപിച്ച് ഒപ്പം നിന്നത് പത്തനംതിട്ട പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ്. അവരുടെ ലക്ഷ്യം വ്യക്തമാണ്. അതിലേക്ക് ഒരു പ്രതിപക്ഷമോ മാധ്യമങ്ങളുടെ അധിക ഇടപെടലുകളോ ഉണ്ടാവരുത് എന്നവർ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. ഇവിടെ നിന്ന് പോയ നമ്മുടെ ജേർണലിസ്റ്റുകൾക്ക് പോലും അനുഭവമുണ്ട്. അവിടെ ചെന്നപ്പോൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർമാരെ അവരെ ചോദ്യം ചെയ്തു. എവിടെ നിന്നാണ്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഇത്തരത്തിൽ ഓരോ മാധ്യമപ്രവർത്തകരെയും ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായിരുന്നു അവിടെ. അവരുടെ മഞ്ജുഷയെ കാണാൻ അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിലേക്ക് മാധ്യമപ്രവർത്തകരെ സ്വാതന്ത്ര്യത്തോടു കൂടി കടത്തിവിടുന്നില്ല. അവിടെയും പാർട്ടിക്കാരുടെ വലിയ ഒരു സ്ക്രീനിങ് ഉണ്ടായിരുന്നു. എന്തിനാണ് ഭയം? എന്തിനാണ് നവീൻ ബാബുവിന്റെ ഈ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ഒരു പാർട്ടിയെ വല്ലാത്ത ഭയം പിടികൂടുകയും അതിന് പിന്നാലെ ഇത്തരം നാടകീയമായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയും ചെയ്തത്? എന്തിനാണ് പാർട്ടി ഒരു ഭിന്ന നിലപാട്, ദ്വന്ദ്വ നിലപാട് കൈക്കൊണ്ടത്? ഒരു വശത്ത് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്ന് പ്രഖ്യാപിച്ച MP ഗോവിന്ദൻ പിന്നെ എന്തുകൊണ്ടാണ് ഘടകവിരുദ്ധമായി CBI അന്വേഷണം വേണ്ട എന്ന നിലപാടിലേക്ക് എത്തിയത്? ഇനിയിപ്പോൾ മഞ്ജുഷയുടെ ഒരു മുന്നോട്ടുള്ള പോക്ക് അതത്ര എളുപ്പമായിരിക്കില്ല. പ്രത്യേകിച്ച് അവരൊരു സ്ത്രീയാണ്, 2 പെൺമക്കൾ അവർക്കുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ നിയമ പോരാട്ടവുമായി മുൻപോട്ട് പോകുമ്പോൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. അതിനെയൊക്കെ തരണം ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? കാരണം ഒപ്പം മറ്റാരുമില്ല. ഇപ്പോൾ നിയമ പോരാട്ടവുമായി മുൻപോട്ട് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നതിൽ 2 പേർ, ഒന്ന് ദിവ്യയാണ്, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ സഹോദരനാണ്. അപ്പോൾ ഈ കുടുംബം മാത്രമാണ് ഇപ്പോൾ ഇതിൽ മുൻപോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പത്തനംതിട്ട നേതൃത്വം അവരെ പാടെ തള്ളിക്കളയുന്ന ഒരു നിലപാടിലേക്കും എത്തിയിരിക്കുന്നു. അല്ല, ഇത്തരം ക്രിമിനൽ വശങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ CPM-ലെ പല നേതാക്കളുടെയും ഈ മരവാഴ പ്രവർത്തനങ്ങൾ അവർക്ക് ഗുണം ചെയ്യും. ഇപ്പോൾ MP ഗോവിന്ദൻ CBI വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചാടി പുറത്തിറങ്ങിയിരിക്കുന്ന ഈ ഒരു നിലപാടും ഈ പ്രസ്താവനയും ഒക്കെ ഹൈക്കോടതിക്ക് മുൻപാകെ മഞ്ജുഷയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടും. പാർട്ടി എന്തോ ഭയക്കുന്നുണ്ട്. കാരണം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഈ വിഷയത്തിൽ സർക്കാർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നതിന് മുൻപ് സർക്കാരിൽ മുഖ്യ പങ്കാളിത്തമുള്ള ഒരു പാർട്ടിയുടെ സെക്രട്ടറി CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ നിലപാടാണ് ആഭ്യന്തര വകുപ്പിനെ സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി ഹൈക്കോടതിക്ക് മുൻപാകെ ബോധ്യപ്പെടുത്താൻ മഞ്ജുഷയുടെ അഭിഭാഷകന് കഴിയും. ഇത്തരം മരഊള ഇടപെടലുകൾ പലതും മഞ്ജുഷയ്ക്ക് ഗുണകരമാകും. ഇതൊക്കെ ദൈവത്തിന്റെ ഇടപെടലുകളായിട്ട് നമുക്ക് കണക്കൂട്ടാൻ കഴിയും. കാരണം നവീൻ ബാബുവിന്റെ കൊലപാതക ചുരുൾ അഴിയേണ്ടതുണ്ട്. അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യം മാത്രമല്ല, ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥനയുടെയും ഒരു ആവശ്യമാണ്. ഇന്ന് രാവിലെ ഒരു വീട്ടമ്മ എന്നെ ഫോൺ വിളിച്ചിരുന്നു, കണ്ണൂരിൽ നിന്ന്. അവര് ജില്ലാ കളക്ടർ പങ്കെടുക്കേണ്ട ഒരു ഫ്ലവർ ഷോയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരു വീട്ടമ്മയാണ്. അവരെന്നെ വിളിച്ചിട്ട് അവിടെ തൊട്ടടുത്തുള്ള ഒരു പാർട്ടി നേതാവിനോട് രാവിലെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ഇന്നിപ്പോൾ കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ വന്നാൽ ഈ നവീൻ ബാബുവിന്റെ കൊലപാതകത്തിൽ അത്രയേറെ കലിച്ചു നിൽക്കാനുള്ള ജനങ്ങൾ ആരെങ്കിലും വല്ല കല്ലെറിയുകയോ വല്ലതും ചെയ്യുമോ എന്നവർ ഒരു നിഷ്കളങ്കതയോടെ ചോദിച്ചു. ഉടനെ പാർട്ടി നേതാവ് പറഞ്ഞു, അതൊക്കെ പഴയ സംഭവമല്ലേ, കളക്ടർക്കെതിരെയുള്ള ആരോപണമൊക്കെ കഴിഞ്ഞു പോയില്ലേ, അതൊക്കെ ജനം മറന്നു. അപ്പോൾ ആത്മവിശ്വാസമാണ്, ജനത്തിന്റെ മറവി എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ പാർട്ടി കെട്ടിപ്പടുത്തിരിക്കുന്നത്. ജനം മറക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഓരോ അന്യായവും ഓരോ ദിവസവും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ, അടുത്ത വിഷയങ്ങൾ പൊട്ടിമുളയ്ക്കുമ്പോൾ കഴിഞ്ഞതൊക്കെ ജനം മറക്കും എന്ന പ്രതീക്ഷയാണ് അവർക്ക്. അതേ വീട്ടമ്മ എന്നോട് പറഞ്ഞു, മഞ്ജുഷയെ വിളിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയണം, സ്വന്തം അടുക്കള ജോലിക്കാരിയെ പോലും വിശ്വസിക്കരുത്, അതൊക്കെ പാർട്ടിയുടെ ഏജന്റുമാരായിരിക്കും. മറ്റു പലരും നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റുകൾ ഇടാറുണ്ട്, മഞ്ജുഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കമന്റുകൾ. ആരെയും വിശ്വസിക്കരുത്. ആരെങ്കിലുമൊക്കെ ഭക്ഷണം അല്ലെങ്കിൽ തൊട്ടടുത്ത് ഒരു ഹോട്ടലിൽ പോയി പാഴ്സൽ മേടിക്കുന്നു, എല്ലാം നിങ്ങൾ സൂക്ഷ്മതയോടെ ചെയ്യണം. റോഡിലൂടെ വളരെ ശ്രദ്ധയോടെ നടക്കണം. കാരണം നവീൻ ബാബുവിന്റെ ആത്മാവിന് നീതി കിട്ടാൻ ഒരു വ്യക്തി മാത്രമേ ഇന്ന് അത്രയേറെ ആത്മാർത്ഥതയോടെ ഇറങ്ങാൻ സമൂഹത്തിന് മുന്നിൽ സാധിക്കും, അത് മഞ്ജുഷയ്ക്കാണ്. അതുകൊണ്ട് തന്നെ മഞ്ജുഷയുടെ ജീവന് വലിയ വിലയുള്ള ഒരു കാലഘട്ടമാണ്. നമ്മളിവിടെ ഭയക്കേണ്ടത് MP ഗോവിന്ദന്റെ നിലപാട് മാത്രമല്ല, മലയാളപ്പുഴ മോഹന്റെ
ഈ മലക്കം മറിയൽ കൂടിയാണ്. ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോഴാണ് എത്രമാത്രം അപകടകരമായ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നവീൻ ബാബു മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ ചിതയിലേക്ക് എടുക്കുന്ന ഒരു സമയത്തൊക്കെ അതിന്റെ തലയ്ക്കൽ പിടിക്കാൻ മന്ത്രി കെ രാജൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള വീണ ജോർജിന്റെ തോളിൽ പിടിച്ചു നിന്ന മന്ത്രി വീണ ജോർജിന്റെ ചിത്രം അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. സ്വന്തം സഹോദരിയെ പോലും അത് ഇത്ര ആത്മാർത്ഥതയോടെ പിടിച്ച് ഉയർത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഒരു വനിതാ മന്ത്രിയാണ്, പത്തനംതിട്ടക്കാരിയാണ്. അവരുടെ ആത്മാർത്ഥത എവിടെ? അവരെവിടെ? ഇത്തരമൊരു സന്നിഗ്ധ ഘട്ടത്തിൽ എം ബി ഗോവിന്ദനെ തിരുത്താൻ ആർജവം അവർ കാട്ടേണ്ടേ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുക്കൽ ചെന്ന് അവരൊരു വീട്ടമ്മയാണ്, നിരാലംബയായ ഒരു സ്ത്രീയാണ്, 2 പെൺകുട്ടികളെ ചേർത്ത് പിടിച്ച് നീതിക്ക് വേണ്ടി അവർ പോരാടുകയാണ്. CBI അന്വേഷണം വേണം എന്ന് തന്റെ ഇടത്തോടെ പറയാൻ എന്തുകൊണ്ട് വീണ എന്ന മന്ത്രിക്ക് കഴിയുന്നില്ല? അവിടെയാണ് പൊയ്മുഖങ്ങൾ, അവിടെയാണ് ഇരട്ടത്താപ്പ്, ഇവിടെയാണ് നിലപാടില്ലായ്മ. ഇവരൊക്കെ ആരെയൊക്കെയോ ഭയന്ന് ഒരു സംവിധാനത്തിനുള്ളിൽ നിലനിൽപ്പിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. ഇതെല്ലാം ഒരു അച്ചിൽ പ്രവർത്തിക്കുന്നത് പോലെ ഒരു മാഫിയ സംസ്കാരത്തിന്റെ ഭാഗമാവുകയാണ്. അവിടെയാണ് കൂടുതൽ അപകടം നിൽക്കുന്നത്. മന്ത്രി കെ രാജൻ പിന്നീട് പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോഴൊക്കെ കളക്ടർക്ക് നേരെ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുന്നു, കളക്ടറെ മാറ്റിയില്ലെങ്കിൽ ഞാൻ കണ്ണൂരിൽ കയറില്ല എന്ന് പറയുന്നു. അത്തരത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള മന്ത്രി കെ രാജൻ പോലും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. CPIയുടെ ഒരു നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? അവർക്കൊരു നിലപാട് ഉണ്ടോ? CPIക്ക് നമുക്ക് ഏത് വിഷയത്തിലാണ് ഒരു നിലപാട് വ്യക്തമായി കാണാൻ കഴിയുന്നത്? തൃശ്ശൂർ പൂരത്തിലെ നിലപാട് നമ്മൾ കണ്ടതാണ്. തൃശ്ശൂർ പൂരത്തിലെ ഈ വെടിക്കെട്ടിൽ മുകളിലേക്ക് പോയി പൊട്ടിച്ചെതറുന്ന വാണം പോലെയാണ് അവരുടെ നിലപാട്. ബോളിൽ വരെ പൊങ്ങുമ്പോൾ നമ്മൾക്ക് ഇതെന്തോ ഭയാനകമായ പ്രത്യാഘാതം ഉണ്ടാകുന്നു. പിന്നെ കുറെ പൂവും കരിന്തിരിയായിട്ട് താഴേക്ക് വീഴും, പിന്നെ ഒന്നുമില്ല. ഇതുപോലെയാണ് CPIയുടെ ഇടപെടലുകൾ. നവീൻ ബാബുവിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ റവന്യൂ വകുപ്പിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അന്ന് റവന്യൂ മന്ത്രി കാട്ടിയ ആത്മാർത്ഥതയെ നമ്മൾ വിശ്വസിച്ചു. അന്ന് CPI സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളെ നമ്മൾ കൂടുതൽ ആത്മാർത്ഥതയോടെ കണ്ടു. പക്ഷെ വെറും പൊയ്മുഖമായിരുന്നു. ഇവരൊക്കെ മാധ്യമങ്ങളുടെ കയ്യടിക്ക് വേണ്ടി വെറുതെ വീൺവാക്ക് പറയുക എന്നതിനപ്പുറത്ത് പിണറായി വിജയന് നേർക്ക് നട്ടലുയർത്തി നിൽക്കാനുള്ള ഒരു ആത്മബോധമോ ഒരു ശക്തിയോ കരുത്തോ ഒന്നുമില്ല ഇവർക്ക്. കേരളത്തിന്റെ ഭരണകൂടത്തിന്റെ പാർട്ടായി നിന്ന് എല്ലാം ആസ്വദിക്കാനുള്ള വ്യഗ്രത മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ചില കയ്യടികൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. മലയാളപ്പുഴ മോഹനിൽ നിന്ന് ഒട്ടും ഭിന്നമല്ല CPIയുടെ നിലപാടും. ഇനിയിപ്പോൾ എടുത്തു പറയേണ്ടത്, അതായത് ഒരു സ്ത്രീയാണ്, 2 പെൺമക്കളാണ് അവർക്കുള്ളത് മഞ്ജുഷയ്ക്ക്. ഈ CPMലെ ഒരു വനിതാ നേതാക്കൾ പോലും അവർക്കൊരു പിന്തുണ പ്രഖ്യാപിച്ച് അവരോടൊപ്പം നിന്നിട്ടില്ല. പകരം PP ദിവ്യയെ പിന്തുണയ്ക്കാനാണ് ഇവരിലേറെയും ശ്രമിച്ചിട്ടുള്ളത്. ഈ CPMന്റെ വനിതാ നേതാക്കളുടെ അവർക്ക് എന്ത് പ്രതിബദ്ധതയാണ് ഈ സ്ത്രീകളോടുള്ളത്, അല്ലെങ്കിൽ ഈ സമൂഹത്തോടുള്ളത്? അല്ല, ഈ വനിതാ നേതാക്കളുടെ ഒക്കെ പൊയ്മുഖം കീറാൻ വലിച്ചു കീറി ഇവരൊക്കെ ആരാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ തുറന്നിടാൻ ശക്തിയുള്ളവരാണ് ഈ PP ദിവ്യമാർ. അവരെ ഭയന്നാണ് ഇവിടെ ഇത്തരം വനിതാ നേതാക്കൾ പലതും നിലകൊള്ളുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വാഴക്കുല നേതാവിൻ്റെയും തിരുവനന്തപുരത്തെ KSRTC ബസ് വനിതാ നേതാവിൻ്റെയും പിന്നീട് ഇപ്പോൾ കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് വനിതാ നേതാവിൻ്റെയും ഒക്കെ കഥയെടുത്താൽ ഇവരൊക്കെ വളരെ ജൂനിയർ ലെവലിൽ നിന്ന് വളർന്നു കയറുകയാണ്. അപ്പോൾ മുകളിൽ കയറി നിൽക്കുന്ന ഈ വനിതാ രത്നങ്ങളൊക്കെ അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല. അവരുടെയൊക്കെ പൊയ്മുഖങ്ങളും അവർ ചെയ്ത ക്രൂരതകളും കൃത്യമായി മനസ്സിലാക്കിയ ഒരു തലമുറയാവും ഈ അടുത്ത മാഫിയ സംസ്കാരത്തിൽപ്പെട്ട് വളർന്നു വരുന്നവർ. അവരെ ഭയന്നാണ് അവർ നിൽക്കുന്നത്. ഇതൊന്നും ഒരു ആത്മാർത്ഥതയുള്ള വാക്കുകളല്ല പലരും മുഴക്കുന്നത്. നമ്മളത് കണ്ടതാണ്. ശ്രീമതി PP ദിവ്യയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ആ വാക്കുകൾ എല്ലാ വനിതാ നേതാക്കളുടെയും മൈൻഡ് സെറ്റ് ഇങ്ങനെയാണോ എന്ന് പോലും നമ്മൾ ഭയന്നു. എവിടെയാണ് ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ CPM നവീൻ ബാബുവിന്റെ ഈ കൊലപാതക വിഷയത്തിൽ ഒരാത്മാർത്ഥത കാട്ടിയത്? ഏത് നേതാവിനാണ് ഇക്കാര്യത്തിൽ നട്ടെല്ലുയർത്തി ഒരു CBI അന്വേഷണം വേണം എന്ന് പറയാൻ കഴിയുക? കാരണം ഇതൊക്കെ ഏകദേശം ഷണ്ഡീകരിക്കപ്പെട്ട ഒരു വിഭാഗമായി മാറി. അനുയായികളും നേതാവും. അനുയായിയായി ഒരാളെ പ്രതിഷ്ഠിക്കുമ്പോൾ അയാളുടെ കരുത്തുകൂടി അറുത്തുമാറ്റിയതിനു ശേഷമേ ഒരു അനുയായിയായി ഒരു നേതാവ് അയാളുടെ കൂടെ പിന്നാലെ ആളുകളെ വയ്ക്കൂ. ഇത്തരം ഷണ്ഡീകരിക്കപ്പെട്ട ഒരു അനുയായി വൃന്ദത്തിന് മുന്നിൽ ഇങ്ങനെ നീങ്ങുന്ന കുറെ കഴുതുകളായ നേതാക്കൾ
നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് പി ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതിന് ശേഷം തലശ്ശേരി സെഷൻസ് കോടതിക്ക് നേരെ, അതായത് ജനവികാരം, അവർ പറയുന്നത് കോടതികളിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്, ക്രിമിനലുകളെയാണ് അവർ സംരക്ഷിക്കുന്നത് എന്നുള്ള തരത്തിലേക്കുള്ള ചില കമന്റുകളും പ്രതികരണങ്ങളും ഒക്കെ വളരെ വലിയ രീതിയിൽ വന്നു. ഇന്നിപ്പോൾ നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ എത്തുന്നു, CBI അന്വേഷണം വേണമെന്ന് പറയുന്നു. അപ്പോഴും ചില കമന്റുകൾ വരുന്നത്, ഇനി ഞങ്ങൾക്ക് വിശ്വാസം ഹൈക്കോടതിയിലാണ്, അവിടെയും തെറ്റിപ്പോയാൽ പിന്നെ ഞങ്ങൾ സാധാരണക്കാർ ആർക്ക് മുന്നിലാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ചെന്ന് നിൽക്കേണ്ടത് എന്ന് പറയുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ശരിക്കും ഏത് തരത്തിലുള്ള ഒരു നിലപാട് ഉണ്ടാകാം? അല്ല, ഇതിന് ഒരുപാട് മാനങ്ങളുണ്ട്. നമുക്ക് കോടതിയെ കുറ്റം പറയാൻ എളുപ്പമാണ്. കോടതി നമ്മുടെ ഒരു ജനാധിപത്യ ക്രമത്തിലെ നീതിന്യായ സംവിധാനത്തിന്റെ ഒരു പരമപ്രതീക്ഷയാണ്. കോടതിയെ വിമർശിക്കുന്നതിൽ പോലും വിധിയെ വിമർശിക്കാൻ, ജഡ്ജിമാരെ വിമർശിക്കാൻ പാടില്ല. ചില നീതമായ ലിഖിതങ്ങളുണ്ട്. ആ വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് മാധ്യമ പ്രവർത്തനം നടത്തുകയാണ് മലയാളി വാർത്ത എക്കാലത്ത് പുലർത്തിയിരുന്ന ഒരു മാധ്യമ ധർമ്മം. ആ വേലിക്കെട്ടിനുള്ളിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സാധാരണ ജനങ്ങളുടെ വികാരങ്ങളൊക്കെ വളരെ ശരിയാണ്. പക്ഷെ ഇവിടെ ഒരു കോടതി പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും സർക്കാരിന് മുകളിൽ ഒരു വടി ഉയർത്തി നിൽക്കുന്ന ഒരു സംവിധാനമായിട്ടല്ല. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ബന്ധപ്പെട്ടു എന്ന് പറയുന്നത് ആശയപരമായിട്ടോ മറ്റുള്ള തലങ്ങളിലോ അല്ല. CBI അന്വേഷണം പ്രഖ്യാപിക്കണമെങ്കിൽ നിയമപരമായ ചില കടമ്പകളുണ്ട്. അതിന്റെ ആദ്യപടിയാണ് ഹൈക്കോടതി സർക്കാരിനോടും തൊട്ടപ്പുറത്ത് CBIയോടും തേടിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു CBI അന്വേഷണം വേണോ? സർക്കാരിന്റെ നിലപാടെന്ത്? സർക്കാരാണ് ഇവിടെ അന്വേഷണ ഏജൻസിയെ നിയന്ത്രിക്കുന്നത്, പോലീസ് സംവിധാനമാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഒരു ആഭ്യന്തര വകുപ്പ് ഒരു സംസ്ഥാനത്തെ കുറ്റകൃത്യം നടന്നു എന്ന് മനസ്സിലാക്കി അതിന്മേൽ അന്വേഷണം നടത്തുന്ന ആഭ്യന്തര വകുപ്പ് അവരുടെ അഭിപ്രായം പറയണം ഹൈക്കോടതി. ഇതിലൊരു CBI അന്വേഷണം വേണം. അവിടെയാണ് കടുംവെട്ടുമായി MV ഗോവിന്ദൻ അവതരിച്ചിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. മറ്റൊരു ഭാഗത്ത് CBI ഇത്തരമൊരു കേസ് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? CBIയുടെ നിലപാട് ചോദിച്ചിരിക്കുന്നത്. അതിൽ CBI അവരുടെ അഭിപ്രായം വ്യക്തമാക്കും. CBI ചിലപ്പോൾ പറയും, ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ കൈ നിറയെ കേസുകളാണ്, ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് ഒട്ടും സമയമില്ല, ഇത് CBI അന്വേഷിക്കാനുള്ള ഘട്ടമായില്ല, കേരള പോലീസ് അന്വേഷിക്കട്ടെ. അല്ലെങ്കിൽ അവരുടെ നിലപാട് അവർക്ക് വ്യക്തമാക്കാം. ഇതിൽ നിയമപരമായ ഒട്ടനവധി ഘടകങ്ങളുണ്ട്. കുറച്ച് ഭാഗ്യം കൂടി വേണം. അപ്പോൾ CBI നിലപാട് വ്യക്തമാക്കണം. സംസ്ഥാന സർക്കാരിന്റെ നിലപാട്, ഇവിടെയാണ് ജനാധിപത്യത്തിന്റെ ശക്തി. സംസ്ഥാന സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഒരു നിലപാട് വ്യക്തമാക്കുന്നത് ജനാധിപത്യ ബോധത്തിലും ജനാധിപത്യ ബോധത്തിലും ഊന്നിയാവണം. ഇത് രണ്ടും വലിച്ചെറിഞ്ഞ ഏകാധിപത്യ പ്രവണതയിൽ അവർ ജനങ്ങൾക്ക് നേരെ കണ്ണടച്ച് CBI വേണ്ട എന്ന് വേണമെങ്കിൽ അവർക്ക് നിലപാടെടുക്കാം, CBI അന്വേഷണം വേണ്ട എന്ന്. ഇവിടെ ജനങ്ങൾ വിധികർത്താക്കളാണ്. അവിടെ കോടതി നിയമപരമായ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ വിധികർത്താക്കളാണെങ്കിൽ ജനങ്ങൾക്ക് ഒരു വിധി എഴുതാനുള്ള അവസരം മുന്നിൽ കിടപ്പുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന ഒരു ഭരണകൂടത്തിന് CBI അന്വേഷണത്തിന് വേണ്ടി ശ്രമിക്കാം. ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ്. നമുക്ക് വിമർശിക്കാം, പക്ഷെ യാഥാർത്ഥ്യം പലപ്പോഴും അകലെയായിരിക്കും. മഞ്ജുഷയുടെ ഒരു ഇച്ഛാശക്തിയുള്ള പോരാട്ടത്തിന് മുന്നിൽ ഏതൊരു നീതിപീഠത്തിനും കണ്ണടയ്ക്കാൻ കഴിയില്ല. കാരണം അവരുടെ വാദം അത്രയേറെ ശക്തിയുള്ളതാണ്. അവരുടെ ഓരോ കോടതിക്ക് മുൻപാകെ ഉയർത്തുന്ന ഓരോ സത്യത്തിനും ഒരുപാട് കരുത്തുമുണ്ട്, ഒരുപാട് വിലയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കേരളത്തിന്റെ ഹൈക്കോടതിക്ക് പൂർണ്ണമായി കണ്ണടച്ച് മഞ്ജുഷയുടെ ഈ ഒരു ആവശ്യം നിരാകരിക്കാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹത പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലല്ല മഞ്ജുഷ ആരോപിക്കുന്നത്. ആ കൊലപാതകം നടന്ന് അന്ന് രാവിലെ മുതൽ കേരളത്തിലെ മാധ്യമ ലോകത്തേക്ക് ഈ ചർച്ച കടന്നു വന്നതാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് നമ്മൾ നൽകിയ ആദ്യ ബുള്ളറ്റിനിൽ കൃത്യമായി ഇത് കൊലപാതകമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. മലയാളി വാർത്ത അവതരിപ്പിച്ച ബുള്ളറ്റിനിൽ കൃത്യമായുണ്ട്. അക്കമിട്ട് ഈ സംശയങ്ങൾക്ക് ഉത്തരമുണ്ടോ എന്ന ചോദ്യമാണ് നമ്മൾ എറിഞ്ഞത്. അത്തരം ചോദ്യങ്ങൾ പിന്നീട് മാധ്യമങ്ങൾ ആവർത്തിച്ചു. അവിടെ ഒരു അന്വേഷണ ഏജൻസിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത്തരം പൂരിപ്പിക്കപ്പെടേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇതൊരു ജനകീയ സംവിധാനമാണ്, ജനാധിപത്യമാണ്. പോലീസ് ജനാധിപത്യത്തിന്റെ ഭാഗമായുള്ള സർക്കാരിന്റെ ഒരു ഏജൻസിയാണ്. അവർക്ക് അവരുടെ നിയമപരമായ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്ന് കൃത്യമായ വിശദീകരണം നൽകാൻ ബാധ്യതയുണ്ട്. പക്ഷേ പോലീസ് അവിടെ ഒളിച്ചു കളിച്ചു. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. പിന്നീട് വന്ന അന്വേഷണ സംഘം പ്രഹസനമായിരുന്നുവെന്ന് ആദ്യം മലയാളപ്പുഴ മോഹൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ പറഞ്ഞു. തൊട്ടപ്പുറത്ത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറയുന്നു ഇതെല്ലാം പ്രഹസനമായിരുന്നു എന്ന്.
പിന്നീട് നമുക്ക് ഈ നേരത്തെ ചർച്ച ചെയ്ത ഒട്ടേറെ വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ട. തുടർച്ചയായി നവീൻ ബാബുവിൻ്റെ ഈ ദുരൂഹ മരണത്തിലെ സംശയങ്ങൾക്ക് ഉത്തരമുണ്ടോ എന്ന ചോദ്യമുയർത്തി എത്രയെത്ര മാധ്യമ വാർത്തകൾ, മാധ്യമ റിപ്പോർട്ടുകളാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വന്നത്. അതിനൊന്നും പോലീസോ സംസ്ഥാന സർക്കാരോ ഉത്തരം പറഞ്ഞില്ല. അപ്പൊ ഉത്തരമില്ലാത്ത ഈ ഒരുപിടി ചോദ്യങ്ങളുമായി മഞ്ജുഷ ഹൈക്കോടതിയിലേക്ക് ചെല്ലുന്നത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച പെട്ടെന്നുള്ള സംശയത്തിന്റെ പേരിലല്ല, കൃത്യമായ വളരെ വാലിഡായ ചോദ്യങ്ങളോടെയാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതി ചോദിച്ചത്. ഹൈക്കോടതിയുടെ വാക്കുകളുണ്ടല്ലോ, ഇത് ആത്മഹത്യ എന്നല്ലേ പുറത്തു വന്നത്, ഇത് ആത്മഹത്യ എന്നല്ല ഹൈക്കോടതി ചോദിച്ചത്, ഇത് ആത്മഹത്യ എന്നല്ലേ പുറത്തു വന്നത്. പുറത്തേക്കൊരു ക്രൈം വിടുന്നത് ആരാണ്? ക്രൈം ഡീറ്റെയിൽസ്, FIR പോലീസാണ്. അപ്പോൾ അവിടെ മാനിപ്പുലേഷൻ നടന്നു എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. പോലീസ് മാനിപ്പുലേഷൻ നടത്തിയാൽ നീതി കിട്ടണമെങ്കിൽ CBIയിലേക്ക് പോകണം. കാരണം കേരളത്തിലെ മറ്റൊരു ഏജൻസിയിൽ നമുക്കത്ര വിശ്വാസമില്ല. ഇവിടെ ഹൈക്കോടതി ഒരു പക്ഷേ ക്രൈംബ്രാഞ്ചിലെ ഏറ്റവും വിശ്വസ്തനായ മഞ്ജുഷയ്ക്കും മറ്റുള്ള പൊതുസമൂഹത്തിനൊക്കെ വിശ്വാസമുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് കേസ് അന്വേഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയേക്കാം. പക്ഷേ എല്ലാവരും സ്വാധീനിക്കപ്പെടും. ഇത്തരം മലയാളപ്പുഴ മോഹന്മാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇപ്പോൾ നമ്മൾ മലയാളപ്പുഴ മോഹനന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം അവസാന നിമിഷമാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തെ തള്ളി പറഞ്ഞുകൊണ്ട് CBI അന്വേഷണം കുടുംബത്തെ തള്ളി പറഞ്ഞില്ല, പക്ഷെ CBI അന്വേഷണം വേണ്ട എന്ന് പറയുന്നു. രണ്ടും ഒന്ന് തന്നെ. അത് ഒരുപക്ഷെ പാർട്ടിയെ ഭയന്നിട്ട് തന്നെ ആകാം. പക്ഷേ മറ്റുള്ളവരെന്തുകൊണ്ട്, ഈ പത്തനംതിട്ടയിലെ ബാക്കി CPM നേതാക്കൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അവർക്കൊക്കെ അവരുടെ രാഷ്ട്രീയ കരിയർ, അവരുടെ ആമാശയം, അതൊക്കെയാണ് മുഖ്യം. അതുകൊണ്ട് ഒരു പാർട്ടി സംവിധാനത്തെ പിണക്കുക പിന്നീടുള്ള ജീവിതത്തിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഒരു പാർട്ടിക്കിന്റെ ഈ CPMന്റെ കേഡർ സംവിധാനം അങ്ങനെയാണ്. ഈ കണ്ണൂർ, അപ്പോൾ ഈ എല്ലാ കാലത്തും ഈ CPMന്റെ അപ്രമാദിത്വം അത് കണ്ണൂരിൽ മാത്രമായി ഒതുങ്ങി നിൽക്കണം എന്നുള്ളത് മറ്റുള്ള ജില്ലയിലെ CPM നേതൃത്വങ്ങൾ അത് അങ്ങ് അംഗീകരിച്ച് കീഴ്പ്പെട്ടു പോവുകയാണോ? അല്ല, സംസ്ഥാന കമ്മിറ്റി എന്നുള്ളൊരു അപ്പർ ബോഡിയുണ്ട്. ഇവര് അച്ചടക്ക നടപടി എന്ന വാളോങ്ങിയാണല്ലോ ബാക്കി എല്ലാ സംവിധാനങ്ങളെയും പരിധിയിൽ നിർത്തുന്നത്. ഇതൊരു പരസ്പര സഹായ സഹകരണ സംഘമാണ്. പല ജില്ലാ കമ്മിറ്റികളും, ഒരു ജില്ലാ കമ്മിറ്റിയുടെ കൊള്ളരുതായ്മകൾ മറ്റൊരു ജില്ലാ കമ്മിറ്റിക്ക് അറിയാം. അപ്പൊ അവർ തമ്മിൽ പരസ്പരം ഒരു ധാരണ. സംസ്ഥാന കമ്മിറ്റി അച്ചടക്കത്തിന്റെ വാൾ ഉപയോഗിച്ച് എല്ലാവരെയും വിരട്ടി നിർത്തുന്നു. ഇതൊരു ഭയപ്പെടുത്തലിന്റെ, ഒരു ഫാസിസത്തിന്റെ ഒരു പ്രത്യേക ലോകമാണ്. ഈ നാസി സംവിധാനം എന്നൊക്കെ പറയുന്ന പോലെ അതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പലപ്പോഴും ഈ ഭയപ്പെടുത്തൽ ചെന്നെത്തുന്നത് ഈ അരിവാൾ പോലെയുള്ള ആയുധങ്ങളിലാണ്. അതിലേക്കാണ് അവിടെയും ചെന്നെത്തുന്നത്. എന്തായാലും കോടതിയിലാണ് എല്ലാവരും പറയുന്നത് പോലെ തന്നെ ജനങ്ങൾ, മലയാളികൾ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നത് ഹൈക്കോടതിയിലാണ്. അവിടെ നിന്നും ആ കുടുംബത്തിന് നീതി കിട്ടുന്ന തരത്തിലുള്ള ഒരു ഉത്തരവുണ്ടാകട്ടെ എന്നുള്ള വലിയ പ്രതീക്ഷയാണ് എല്ലാ മലയാളികൾക്കും ഉള്ളത്. കാരണം നവീൻ ബാബു ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള മരിച്ചതിന് ശേഷം ഒരുപാട് പേർ, എത്രയോ പേർ അദ്ദേഹത്തെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നീതി കിട്ടണം എന്നുള്ളത് ആ കുടുംബത്തിന്റെ മാത്രമല്ല മലയാളികളുടെ കൂടി ആവശ്യമാണ്. നമുക്ക് കോടതിയിൽ നിന്ന് എന്ത് തരം ഉത്തരവുണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.